ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ പ്ലാൻ ഹണ്ടിങ് ആണ് കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ തന്നെ മഴയൊക്കെ തുടങ്ങി. നമ്മുടെ പറമ്പിലോ തൊടിയിലോ ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ട ചില ചെടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ബാൽക്കണിയിലും ഒക്കെ നട്ട് വളർത്താൻ പറ്റിയ, തോട്ടത്തിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ചില ചെടികളൊക്കെ കിട്ടും. ഒരുപാട് ചെടിയൊന്നും ഇന്ന് ഹണ്ട് ചെയ്യുന്നില്ല. 2-3 വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു തരം കലാത്തിയാണ്, നമ്മുടെ പുള്ളിച്ചേമ്പ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളിന്ന് ഹണ്ട് ചെയ്യുന്നത് അതല്ല കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് നക്ഷത്രമുല്ല അല്ലെങ്കിൽ ഈശ്വരമുല്ല എന്നൊക്കെ പറയുന്ന ഒരു വള്ളിച്ചെടിയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ധാരാളം വേലികളിൽ കൂടി ഉണ്ടായിരുന്ന ചെടിയാണ്. ഇപ്പോൾ നമ്മൾ ഗാർഡനിലൊക്കെ വളർത്താറുണ്ട്. ഇതാണ് ആ ചെടി. ഇതിലൊരു ചുവന്ന പൂവ് ഉണ്ടാവാറുണ്ട്, നക്ഷത്രം പോലെ ഷേപ്പിൽ വരുന്നൊരു പൂവ്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്, നക്ഷത്രമുല്ല എന്ന്. കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു 2-3 ചെടി നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യണം. ഈ ഭാഗത്ത് എല്ലാ വർഷവും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ ഈ ചെടി. സാധാരണ കുറച്ച് മെയിൻ്റനൻസ് മാത്രം ആവശ്യമുള്ളൊരു ചെടിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി പോട്ടിങ് നോക്കാം. പോട്ടിങ് മിക്സ്ചറായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മണ്ണും അല്പം ചാണകപ്പൊടിയും മാത്രമാണ്. ചാണകപ്പൊടി ചേർത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മുടെ മണ്ണ് മാത്രം മതി. എളുപ്പം പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം മാത്രം വെള്ളം, അതായത് ഈർപ്പം എപ്പോഴും വേണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും. വെള്ളം ഒഴിക്കാൻ മറന്നുപോയാൽ 2-3 ദിവസത്തിനുള്ളിൽ വാടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം കൊടുക്കേണ്ട ഒരു ചെടിയാണ്. പൂവിടുമ്പോൾ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് വളർന്ന് ബുഷായിട്ട് ഇരിക്കും. പിന്നെ പൂവിടുമ്പോൾ ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലത്ത് പൂവുണ്ടാവും. പൂക്കൾ 1-2 എന്ന് പറഞ്ഞ ദിവസം ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് വാടിപ്പോകുന്ന പൂക്കളാണ് കേട്ടോ. പക്ഷെ പ്രത്യേകിച്ച് ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ചട്ടിയിലേക്ക് നിറയ്ക്കാം. ചട്ടിയുടെ ഹോൾ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി മണ്ണ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഞാൻ ഈ ചാനലിൽ അധികം പരിചയപ്പെടുത്തുന്നത്. ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടികൾ, പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത സാധാരണ ചെടികൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കല്ലും കട്ടയെല്ലാം നീക്കിയ മണ്ണാണ്. മണൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. മണൽ അതിൻ്റെ ആവശ്യമില്ല, ഇളകിയ മണ്ണായതുകൊണ്ട് മണൽ ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമുക്കപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നട്ടാം. ഞാൻ 4 ചെടികളാണ് നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ 2 ഒരു വശത്തും 2 മറ്റു വശത്തുമായിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനൊന്ന് ക്ലൈംബ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രെല്ലി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അലുമിനിയം കമ്പി ജസ്റ്റ് വെറുതെ വളച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ 2 നമ്മൾ ഒരു സൈഡിൽ നട്ട് കൊടുക്കാം. അടുത്ത 2 കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ വശത്തായിട്ടും നടുന്നുണ്ട്. ട്രെല്ലിയൊന്നും വേണമെന്നില്ല. ഇത് വളർന്ന് കയറണമെങ്കിൽ നമുക്കൊരു കയറ് കെട്ടിക്കൊടുത്താലും മതി. അത്യാവശ്യം വളർച്ച എത്തിയതിന് ശേഷം അതിലേക്കൊക്കെ പടർന്നു കയറും. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെല്ലിയായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ജസ്റ്റ് വളച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അത് നമ്മൾ നടുവിൽ ഫിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കത് മെല്ലെ അതിലേക്ക് ആ വള്ളി ചുറ്റി കൊടുക്കാം. ഒടിഞ്ഞു പോകാതെ നോക്കണം. വളരെ ഡെലിക്കേറ്റ് ആണ്, സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. ഇനി ഈ വശത്തുള്ളതും കൂടി ചുറ്റി കൊടുക്കാം. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ ഇത് നന്നായിട്ട് വളർന്ന് ബുഷായിട്ട് നിൽക്കും. വേണമെങ്കിൽ നമുക്കിത് ചെറിയൊരു കയറ് വെച്ച് അതിൽ കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ ചുറ്റി വയ്ക്കുന്നേ ഉള്ളൂ. ഒരു വശത്തത് അപ്പോഴത്തേക്കും വീണുപോയി. ഒന്നുകൂടെ ഒന്ന് ചുറ്റി വയ്ക്കാം. വലിയ ടൈറ്റ് അല്ലാതെ ഒരു നൂല് ചുറ്റി വെച്ചാലും നല്ലത് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണിപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വേറെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് കുറച്ചുകൂടെ ബുഷാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത വീടുകളിലോ തൊടികളിലോ പറമ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ചെടി പറിച്ചു കൊണ്ടുവന്നാൽ മതി. നമുക്ക് എന്നും പൂക്കളുണ്ടാകുന്ന തരത്തിൽ എന്നും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.